കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ ഞാനൊരു ഡിജിറ്റൽ ബിസിനസ് കാർഡിൻ്റെ ബിസിനസ് തുടങ്ങിയതിനെ പറ്റിയാണ് സംസാരിച്ചത്. സോ ആ വീഡിയോ കണ്ടതിന് ശേഷം പല ആൾക്കാരും എന്നോട് ചോദിച്ചു, എന്താണ് ഈ സംഭവം, എങ്ങനെയാണ് ഈ സാധനം വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇതിലേക്ക് നമ്മൾ ഡാറ്റ ആഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇതിലേക്ക് ഈ ഉള്ള ഡാറ്റ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത്, അങ്ങനെയുള്ള പല കാര്യങ്ങളും ചോദിച്ചു. സോ ഇന്നത്തെ ഈ വീഡിയോയിൽ അത് എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റിയുള്ള എക്സ്പ്ലനേഷനാണ്, ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതാണ് ഒരു ഡിജിറ്റൽ ബിസിനസ് കാർഡ്. NFC ചിപ്പ് ഇതിൻ്റെ അകത്തുണ്ട്. അതായത് നമ്മൾ ഈ പമ്പിലൊക്കെ പോകുമ്പോൾ അവർ പെട്രോൾ അടിക്കുന്ന സമയത്ത് വൈഫൈ ഉണ്ടോ എന്ന് ചോദിക്കില്ലേ, സെയിം സാധനം. വൈഫൈ അല്ലാതെ അത് NFC എന്ന് പറയും, നിയർ ഫീൽഡ് കമ്മ്യൂണിക്കേഷൻ. പമ്പിൽ പെട്രോൾ അടിക്കുന്ന സമയത്ത് നമ്മൾ ATM കാർഡ് വഴി ടാപ്പ് ചെയ്യുന്ന സമയത്ത് പേയ്മെൻറ്റ് ട്രാൻസ്ഫർ ആണ്. സെയിം ടെക്നോളജി തന്നെ ഉപയോഗിച്ചിട്ട് നമ്മളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുന്ന ഒരു കാർഡാണ് ഈ NFC ഡിജിറ്റൽ ബിസിനസ് കാർഡ്. ഓക്കെ, ഇതിൽ NFC മാത്രമല്ല QR കോഡ് ഫീച്ചറും ഉണ്ട്. സോ നമ്മൾ മറ്റൊരാളുടെ ഫോണിൽ നമ്മുടെ കാർഡ് ടാപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് അവരുടെ ഫോണിലേക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഷെയർ ആകും. അവിടുന്ന് അവർക്ക് ജസ്റ്റ് 1 ക്ലിക്കിൽ സേവ് ചെയ്യാൻ പറ്റും. സോ അതാണ് ഈ NFC ബിസിനസ് കാർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുമാത്രമല്ല, നമ്മുടെ പ്രോഡക്റ്റ് കാറ്റലോഗ് ഡിസ്പ്ലേ ചെയ്യാനും നമ്മുടെ പോർട്ട്ഫോളിയോ കാണിക്കാനും അങ്ങനെ ഇതെല്ലാ കാര്യങ്ങളും ഒരു മിനി വെബ്സൈറ്റ് ആയിട്ടാണ് നമ്മൾ ടാപ്പ് ചെയ്ത സമയത്ത് ഓപ്പൺ ആകുന്നത്. അതുമല്ല, നിങ്ങൾ ഈ DeltaCardന്റെ വെബ്സൈറ്റിൽ കയറി ഈ കാർഡ് ഓർഡർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ആകുന്നുണ്ട്. ആ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഇൻഫർമേഷൻസ് ചേഞ്ച് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ സോഷ്യൽ മീഡിയ ലിങ്ക്സ് ചേഞ്ച് ആകുന്നതോ നിങ്ങളുടെ ഫോൺ നമ്പർ ചേഞ്ച് ആകുന്ന സമയത്തോ എപ്പോൾ വേണമെങ്കിലും അപ്ഡേറ്റ് ചെയ്യാം. ഈ ഒരു സിംഗിൾ കാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈഫ് ടൈമിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാം, മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാം. എത്ര തവണ വേണേലും ഈ ഒരു കാർഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാം. പക്ഷേ നമ്മളൊരു പേപ്പർ വിസിറ്റിംഗ് കാർഡാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കൊരു നമ്പർ ഓഫ് പേപ്പർ കാണും, നമ്പർ ഓഫ് കാർഡ്സ് കാണും. ആ കാർഡ്സാണ് നമുക്ക് മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അതുമല്ല, അവർ മിക്കവരും നമ്മളുടെ നമ്പർ സേവ് ചെയ്യണമെന്നൊന്നുമില്ല, അത് എവിടെയെങ്കിലും വെക്കും, അത് അവിടെ നിന്ന് പോകും. പക്ഷേ ഇത് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ അവരുടെ ഫോണിലേക്ക് തന്നെ ഷെയർ ചെയ്യുന്നതുകൊണ്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് അവർക്ക് സേവ് ചെയ്യാനും പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ QR കോഡ് സ്കാൻ ചെയ്തിട്ടാണെങ്കിലും അവർ സേവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് കൂടുതലും കൺവേർഷൻ നടക്കാൻ ഈ ഒരു ബിസിനസ് കാർഡ് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതുമല്ല, ഇതൊരു പ്രീമിയം ക്വാളിറ്റി ബിസിനസ് കാർഡാണ്. നിങ്ങൾക്കറിയാം, ഇത് ഗോൾഡൻ ഫോയിൽ വെച്ചിട്ടാണ് പ്രിന്റ് ചെയ്തേക്കുന്നത്. കണ്ടോ, ജസ്റ്റ് സ്ക്രാച്ച് ചെയ്താലൊന്നും ഇതിലൊന്നും പറ്റില്ല. പിന്നെ അതുമല്ല, ഇതൊന്നും അത്യാവശ്യം നല്ല ഡ്യൂറബിൾ ആണ്. ആൻഡ് ഇത് കണ്ടോ, ജസ്റ്റ് എങ്ങനെ വളഞ്ഞെന്ന് പറഞ്ഞാലൊന്നും പ്രശ്നമില്ല. വളച്ചൊടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പോയെന്നിരിക്കും, പക്ഷെ അത് അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. സാറിന് നോർമൽ പേഴ്സ് ഇരുന്ന് വളഞ്ഞെന്ന് പറഞ്ഞാലും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇതിനെ ബാധിക്കില്ല. ഇത് അത്യാവശ്യം നല്ല ഡ്യൂറബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ് കാർഡാണ് ആൻഡ് പ്രീമിയം ക്വാളിറ്റിയാണ്. നോർമൽ കേസിൽ ഈ ഒരു കാർഡിന് നോർമൽ റേറ്റ് വരുന്നത് 1500 രൂപ 2000 രൂപയ്ക്കാണ് പല ആൾക്കാരും ചാർജ് ചെയ്യുന്നത്. പക്ഷേ നമ്മളുടെ സ്പെഷ്യൽ ഓഫർ എന്നുള്ള രീതിയിൽ 50% ഡിസ്കൗണ്ടിൽ ഇപ്പം വെറും 495 രൂപയ്ക്കാണ് നമ്മൾ ഈ സാധനം സെല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് ലൈഫ് ടൈം ആക്സസ് ആണ്, നോ റിന്യൂവൽസ്. പല കമ്പനികളും ഇയർലി റിന്യൂവൽസ് ഒക്കെ വെച്ചേക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ലൈഫ് ടൈം ആക്സസ് ആണ്, നോ റിന്യൂവൽസ്. വൺസ് നിങ്ങൾ ഈ കാർഡ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും സ്കാൻ ചെയ്യാം, എത്ര തവണ വേണമെങ്കിലും നിങ്ങളുടെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാം, നോ ഇഷ്യൂസ്. സോ ഇങ്ങനെയാണ് ബേസിക്കലി ഈ കാർഡിൻ്റെ ഒരു വർക്കിംഗ്. ആൻഡ് നമുക്കിതിൽ എൻ്റർ ചെയ്യാൻ പറ്റുന്ന ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് നമ്മളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ്, അതായത് നമ്മുടെ ഫോൺ നമ്പർ, സെക്കൻഡറി ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ അത്, വാട്സപ്പ് നമ്പർ, ഇമെയിൽ അഡ്രസ്സ്, അങ്ങനെയുള്ള വെബ്സൈറ്റ് അഡ്രസ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതിനുശേഷം നമുക്ക് നമ്മുടെ സോഷ്യൽ മീഡിയ ലിങ്ക്സ്, അതായത് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, ലിങ്ക്ഡ്ഇൻ, ട്വിറ്റർ, അങ്ങനെയുള്ള എല്ലാ ലിങ്ക്സും നമുക്ക് ഷെയർ ചെയ്യാം. ആൻഡ് മൂന്നാമതായിട്ട് നമുക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ്. നമ്മളുടെ കമ്പനിക്ക് എന്തെങ്കിലും പ്രൊഡക്റ്റോ സർവീസസോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതെല്ലാം, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു ഫ്രീലാൻസറാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. പിന്നീട് വരുന്നത് നമ്മുടെ ഗാലറി ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ്. നമ്മളുടെ പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ ഇമേജസ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് വെക്കാം. ഇപ്പം നിങ്ങൾ ഒരു മീറ്റിങ്ങിന് പോകുന്ന സമയത്ത് നിങ്ങൾ ചെയ്ത വർക്ക് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഫോൺ എടുക്കുക, ജസ്റ്റ് ടാപ്പ് ചെയ്യുമ്പോൾ അവരുടെ ഫോണിൽ ഓപ്പൺ ആവും, ജസ്റ്റ് കാണിച്ചു കൊടുക്കുക. അത്രയും സിമ്പിളായിട്ടുള്ള കാര്യമാണ് ഈ ഒരു കാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ. അതുമല്ല, ഈ ഒരു കാർഡ് വെച്ചിട്ട് നിങ്ങളിങ്ങനെ കോൺടാക്ട് ഷെയർ ചെയ്യുന്ന സമയത്ത് അവർക്കൊരു നല്ലൊരു ഇംപ്രഷനും തോന്നാൻ ചാൻസ് ഉണ്ട്. ആൻഡ് പിന്നീട് നമുക്ക് ഫൈനലായിട്ട് നമുക്ക് നമ്മുടെ ലിങ്ക്സ് ആഡ് ചെയ്യാം. ഇപ്പം നമുക്ക് പോർട്ട്ഫോളിയോ ലിങ്ക്സ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് എക്സ്ട്രാ ആയിട്ട് ഷെയർ ചെയ്യാം. പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിൾ ബിസിനസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അത് ഒരു ബിസിനസ് ഓണർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അത് ഗൂഗിൾ ബിസിനസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഗൂഗിൾ ബിസിനസ് ലിങ്ക്സ്, ഗൂഗിൾ ബിസിനസ് ഇതിൽ സെർച്ച് ചെയ്ത് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിനെ റിവ്യൂ ചെയ്യാനുള്ള ലിങ്കും നമ്മുടെ മാപ്പ് വെച്ചിട്ടുള്ള ഗൂഗിൾ ലൊക്കേഷൻ ലിങ്കും ഇതിനകത്ത് വരും. പിന്നെ അഡീഷണൽ ആയിട്ട് നമുക്ക് UPI ID ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഡയറക്റ്റായിട്ട്, കസ്റ്റമർക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ ഈ ലിങ്ക് വഴി കയറി കഴിഞ്ഞാൽ പേ ചെയ്യാനുള്ള ഓപ്ഷനും അതിൻ്റെ അകത്ത് കിട്ടും. സോ ഇത്രയാണ് ബേസിക്കലി ഈ ഒരു കാർഡിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഇൻഫർമേഷൻസ്. ഈ ഒരു കാർഡ് മാത്രമല്ല, നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു സ്റ്റാൻഡും കൂടെ വരുന്നുണ്ട്. ഇത് അക്രിലിക്കിൽ ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റാൻഡാണ്. ഇതിൽ NFC ചിപ്പ് ഉണ്ട്, പിന്നെ QR കോഡും. ഇത് നമ്മൾ മെയിനായിട്ട് റെക്കമെൻഡ് ചെയ്യുന്ന ഷോപ്പുകൾക്ക് വേണ്ടിയിട്ടാണ്.
ഈ കസ്റ്റമർക്ക് നിങ്ങളുടെ സർവീസസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ വരുന്നു, ഈ QR കോഡ് സ്കാൻ ചെയ്യുന്നു, നിങ്ങളുടെ നമ്പർ ഇതിലേക്ക് സേവ് ചെയ്യുന്നു. സോ പിന്നെ നിങ്ങളുടെ കടയ്ക്കൊരു റിവ്യൂ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് അവിടെ നിന്ന് തന്നെ ചെയ്യാം. സോ വേറെ ഗൂഗിളിൽ പോയിട്ട് തപ്പി സെർച്ച് ചെയ്തെടുത്ത് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് QR കോഡ് സ്കാൻ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ NFC ഉണ്ട്, ടാപ്പ് ചെയ്യുക. സോ അങ്ങനെയാണ് വരുന്നത്. ഇത് അക്രിലിക്കിൻ്റെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സ്റ്റാൻഡാണ്, നല്ല സ്റ്റാൻഡാണ് വരുന്നത്. ഇത് വരുന്നത് പറഞ്ഞാൽ 750 ആണ് റേറ്റ് വരുന്നത്. പിന്നെ ഇത് രണ്ടും കൂടെ, കാർഡും ഈ സ്റ്റാൻഡും കൂടെ കോംബോ ആയിട്ടാണെന്നുണ്ടെങ്കിൽ 1000 ആണ് റേറ്റ് വരിക. ഇനി നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ആൻഡ് ഓർഡർ ചെയ്യുക. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.